ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു പ്രായമാണ് 40-കൾ എന്ന് പറയുന്നത്. 40-സിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ള പക്വത, വളരെ നല്ല രീതിയിലുള്ള ജീവിത പരിചയം, അതിലും നല്ല രീതിയിലുള്ള വകതിരിവ്, ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടായിരിക്കും. റെസ്പോൺസിബിലിറ്റീസിന്റെ ഒക്കെ മിഡിൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് എന്നതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുള്ള ഒരു നല്ല കാലഘട്ടം കൂടിയാണ് 40s. ക്ലാരിറ്റിയിലേക്കാണ് 40-കൾ ഏതൊരു മനുഷ്യനെയും കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാരിറ്റി വരുന്നത്? എല്ലാത്തിനെ കുറിച്ചും ക്ലാരിറ്റി. അതായത് ഫിനാൻസ് എടുക്കാം. ഫിനാൻഷ്യൽ ആയിട്ട് എങ്ങനെയൊക്കെ കരുതി ജീവിക്കണം, എന്തൊക്കെ എപ്പോഴൊക്കെ ചിലവാക്കണം, പാഴ്ചെലവുകൾ എന്താണ്, സേവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി, ഫിനാൻസിനെ കുറിച്ച്, കരിയറിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, എന്തിനേറെ പറയുന്നു അവനവനെ കുറിച്ച് തന്നെയുള്ള നല്ലൊരു വ്യക്തത ഉള്ള പ്രായമാണ് 40-കൾ എന്ന് പറയുന്നത്. കരിയർ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇതല്ലെങ്കിൽ മറ്റെന്തായിരിക്കും ശരിയാവുക, ഞാൻ എന്ത് ചെയ്യുമ്പോഴായിരിക്കും ഹാപ്പി ആവുക, ഏത് ജോലിയായിരിക്കും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു, പക്ഷെ എന്റെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖല മറ്റൊന്നായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുടെ ഒരു ജീവിതം 40-കൾക്ക് മുമ്പ് ഒരുപാട് പേർക്കുണ്ടാവും. പക്ഷെ 40-കളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എൻ്റെ കരിയറിലെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സെക്ടറിൽ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റേബിൾ ഇൻകം സോഴ്സ് എന്ന ഒരു ധാരണ ഉണ്ടാവുന്ന ഒരു പ്രായമാണ് 40s എന്ന് പറയുന്നത്. ഈ 40s എത്തുമ്പോൾ അതുവരെ ചെയ്തിരുന്ന ജോലിയിൽ നല്ലൊരു പ്രാവീണ്യം ഉള്ളവരായി കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ്, ഞാൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഒരു ഉപജീവനം എന്നുള്ള രീതിയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവും അനുഭവവും പരിചയവും ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്സിലുള്ള ക്ലാരിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള നല്ല തിരിച്ചറിവുള്ള ഒരു പ്രായമാണ് 40s. ഈ 40siൽ നിന്ന് ചതിക്കുന്നവരെയും വിശ്വസിക്കാൻ കൊള്ളാത്തവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരുപാട് അനുഭവങ്ങളുടെ മുൾപ്പുടർപ്പുകളിൽ ചവിട്ടി വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഓരോ റിലേഷൻഷിപ്പും എങ്ങനെ തിരഞ്ഞെടുക്കണം, നമ്മുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. ഒരു കൈയകലം പാലിക്കുന്നത് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ളൊരു ഐഡിയ കൂടി 40siലുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഇമോഷണൽ ക്ലാരിറ്റി, അതായത് വളരെ ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് 40siലുള്ള ഏറെക്കുറെ നല്ലൊരു ശതമാനം ആളുകൾക്കുള്ളത്. അതായത് എല്ലാ കാര്യത്തിനും എടുത്തു ചാടണ്ട എന്നുള്ള നല്ലൊരു ബോധ്യം, അനുഭവ പരിചയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഇമോഷൻസിനും എല്ലായിടത്തും സ്പേസ് ഇല്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. എവിടെ എന്ത് എപ്പോൾ പറയണം, ഏത് ഇമോഷനാണ് ആവശ്യം, പല ഇമോഷൻസും നമ്മൾ ഉള്ളിൽ ഒതുക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നല്ല ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. റിയാക്ഷൻ ഒന്നുമല്ല വേണ്ടത്, ജസ്റ്റ് ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു റെസ്പോൺസ്, അത്രേ ആവശ്യമുള്ളൂ എന്നുള്ള വ്യക്തതയിലും 40siൽ എത്തിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടാവും. ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ 40s എത്തുമ്പോൾ ഒരു ആത്മവിശ്വാസം, എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്കും ജീവിക്കണം, എനിക്ക് ഒരു കഴിവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എന്തിനാ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കഴിവുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വിചാരിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്ന പല ജീവിതങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള ഒരു നല്ലൊരു ആത്മവിശ്വാസവും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയവും ഒക്കെ 40siലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം, ഈ ആത്മവിശ്വാസത്തിന്റെ ഒപ്പം ഒരു സെൽഫ് അക്സെപ്റ്റൻസ് കൂടി ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രായമാണ് 40s എന്ന് പറയുന്നത്. അതായത് അതുവരെ പോരായ്മകളായിട്ട് സ്വയം വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും പോരായ്മകളൊന്നും അല്ലെന്നും, ഈ കാടും പടലും എല്ലാം ചേരുമ്പോഴാണ് ഞാനാകുന്നത് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കുറവുകളൊന്നും ഒരു കുറവുകളല്ല നമ്മളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ കുറവുകളോടും ഈ കുറ്റങ്ങളോടും എല്ലാം കൂടി ഞാൻ ഓക്കെയാണ്, ഞാൻ ഇങ്ങനെ മതി,
എന്നുള്ള ഒരു സെൽഫ് അക്സെപ്റ്റൻസും 40s-ലെത്തുമ്പോൾ ഉണ്ടാവും. പാരന്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു റിലീഫ് പീരീഡ് ആണ് 40s. 40s-ലുള്ള പാരന്റ്സിന് അവരുടെ കുട്ടികളെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തതയോടെ ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും അവരുടെ കൊച്ചു കൊച്ചു വിജയങ്ങളിൽ കുറച്ച് അഭിമാനത്തോടെ ഇരിക്കാനും ചെറിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രം മതി. ഒരു ഫുൾ ടൈം മോണിറ്ററിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി എനിക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ഒരു സ്റ്റേജിൽ ഒരു റിലാക്സിങ് പാരന്റിങ് പോസിബിൾ ആണ് 40s-ൽ. ഫാമിലി ലൈഫ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടും മീനിങ് ആയിട്ടും പേർപ്പസ്ഫുൾ ആയിട്ടും ഒക്കെ തോന്നും 40s-ൽ മാത്രം. ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ ഫീൽ ചെയ്യുക 40s-ലായിരിക്കും. എല്ലാ ട്രെൻഡും നമ്മളുകൂടെ ഫോളോ ചെയ്യണമെന്നില്ല. പെട്ടെന്ന് ഏതെങ്കിലും ഒരാളെയോ ഏതെങ്കിലും ഒരു കാര്യത്തെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ ഒക്കെ വിമർശിക്കാതെ ഒരു ബാലൻസ്ഡ് പെർസ്പെക്റ്റീവിൽ നോക്കി കാണാനുള്ള ഒരു ത്വരിതമായ മാനസികാവസ്ഥയും 40s-ലെത്തുമ്പോൾ ഉണ്ടാവും. ഈ പറഞ്ഞതൊക്കെ പോസിറ്റീവ് സൈഡ്സ് ആണ്. ഇനി നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട മേഖലകളുണ്ട്. ഒന്ന്, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആണ്. അത് 30s മുതൽ ഒരു വലിയ കൺസേൺ ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് 90s കിഡ്സ് ഉറപ്പായിട്ട് 30s-ൽ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ 40s എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതുവരെ വലിയ കൺസേൺ ഒന്നും അല്ലാതിരുന്ന ഗട്ട് ഹെൽത്തും നമ്മുടെ അബ്ഡോമിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടായിരിക്കും. ഹെൽത്തി ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഈ ഹെൽത്തി ഡയറ്റ് തന്നെ കൺസ്യൂം ചെയ്യുന്ന അളവിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഹെൽത്തി ഫുഡാണ് എന്ന് കരുതി ഒരുപാട് അളവിൽ കഴിക്കാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്കുള്ളിൽ അൺഹെൽത്തി ആയിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. പക്ഷെ അതേസമയം നമ്മൾ ഹെൽത്തിനെ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അത്രത്തോളം നമുക്ക് ഓരോ തരത്തിലുള്ള ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്ന ഒരു പ്രായമാണ് 40s. ഫാമിലി സ്ട്രെസ് പലരും അനുഭവിക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിലാക്സിങ് പാരന്റിങ്ങിന്റെ പീരീഡ് ആണെങ്കിലും ചില പാരന്റ്സിന് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടീനേജേഴ്സ് ഉണ്ടായിരിക്കും. ഒരു തരത്തിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ടീനേജേഴ്സ് ഒക്കെ ഉള്ള ഒരിടത്താണ് ഉള്ളതെങ്കിൽ അതൊരു ചാലഞ്ചിങ് ആണ്. അതേ കുടുംബത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ടുള്ള ഒരു മൾട്ടി ടാസ്കിങ് പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഫാമിലി സ്ട്രെസ് അതുണ്ടായിരിക്കും. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു കാലമാണ്. കാരണം എല്ലാവരും അവരവരുടെ ലൈഫിൽ ഒരുപാട് ബിസി ആയിട്ടും ഒരുപാട് എൻഗേജ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പലരും അതുവരെ നിന്നിരുന്ന ഒരു ആക്റ്റീവ് സർക്കിളിൽ നിന്നിട്ട് ഒന്ന് പിന്മാറി നിന്നിട്ടുണ്ടാവാം. അത് ആവശ്യമാണ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച്. പക്ഷെ നമുക്ക് പലപ്പോഴും പലരുമായിട്ട് അത്രയും ടച്ച് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത് പോലെ അത്രയും അറ്റാച്ച്മെന്റ് ഇപ്പൊ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ അതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് കൂടിയാണ്. നമ്മൾ വളരെയധികം വാദിക്കാനോ വീണ്ടെടുക്കാനോ ഒന്നും പോവാതെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ്. പ്രായമാകുന്നതിനെ പറ്റിയിട്ട് പേടി തോന്നുന്ന ഒരു കാലം കൂടിയാണ് ഫിയർ ഓഫ് ഏജിങ്. അതായത് 40s-ലെത്തിയല്ലോ, അപ്പോ ഏകദേശം ഹാഫ് ഓഫ് മൈ ലൈഫ് എക്സ്പെക്റ്റൻസി തീർന്നു കഴിഞ്ഞു. അപ്പം ഇനി എനിക്കൊരു പകുതി സമയം കൂടിയേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുറെ അധികം നരകൾ വന്നിട്ടുണ്ട്, ചെറിയ ചുളിവുകൾ വന്നിട്ടുണ്ട്, പല ജോയിന്റ്സിലും പെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വയസ്സാവുകയാണോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെയും 40s-ൽ തോന്നും. പക്ഷേ ഡ്രോബാക്സിലുപരി മൈൻഡ് ബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരു പീരീഡ് ആണല്ലോ. അത്യാവശ്യം പക്വതയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന, ആരെങ്ങനെ പെരുമാറിയാലും അതിന്റെ മറ്റൊരു വശം കൂടിയൊക്കെ കാണാൻ പറ്റുന്ന വളരെ ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ് ഉള്ള ഒരു കാലമാണ്, ക്ലാരിറ്റിയുടെ ഒരു കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ 40s എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പലർക്കും ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 40s-ലായിരിക്കും. 40s മുതൽ അതിന് ശേഷമുള്ള ജീവിതമായിരിക്കും ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കുക. മാനസികമായിട്ട് ഒക്കെ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആയിട്ടൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെതായിട്ട് ഒരു മീ ടൈം, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു വ്യക്തതയൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലം തന്നെയാണ് 40s.